ആകാശവാണി വാർത്താ വീക്ഷണം. ജനാധിപത്യത്തിന്റെ ഉത്സവം. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം അഞ്ജന പുതിയമഠം. കേരളം, അസം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. സ്വതന്ത്രവും സുതാര്യവുമായ വോട്ടെടുപ്പ് പൂർത്തീകരിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമായി. വിധിയെഴുത്താരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കും. വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. വ്യാപകമായ പരസ്യപ്രചാരണങ്ങൾക്ക് ശേഷം സ്ഥാനാർത്ഥികളും കക്ഷി നേതാക്കളും വീട് വീടാന്തരമുള്ള നിശബ്ദ പ്രചാരണത്തിലാണ്. 16ാം കേരള നിയമസഭയെ തിരഞ്ഞെടുക്കാനാണ് കേരളം നാളെ ബൂത്തിലേക്ക് നീങ്ങുന്നത്. സംസ്ഥാനത്തുടനീളം സുരക്ഷയും നിരീക്ഷണ നടപടികളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമാക്കി. വോട്ടർമാർ ഭയരഹിതരായി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം കമ്മീഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. നിരവധി പ്രദേശങ്ങളിൽ പോലീസ് റൂട്ട് മാർച്ചുകൾ നടത്തിയിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 76,000-ത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. തിരഞ്ഞെടുപ്പ് ചെലവുകൾ സംബന്ധിച്ച് 1-ലധികം എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ പരിശോധനകൾ ശക്തമാക്കി. വോട്ടെടുപ്പ് ദിവസവും അതിന്റെ തലേ ദിവസവും അച്ചടി മാധ്യമങ്ങളിൽ രാഷ്ട്രീയ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. മണ്ഡലത്തിലെ വോട്ടർമാരല്ലാത്ത പുറത്തുനിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകരും പാർട്ടി ഭാരവാഹികളും പ്രചാരണ സമയം അവസാനിച്ചാലുടൻ ചട്ടപ്രകാരം മണ്ഡലം വിട്ടുപോകാൻ ബാധ്യസ്ഥരാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളും ഈ നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു. വോട്ടെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കാനായി എല്ലാ ബൂത്തുകളിലും അകത്തും പുറത്തും വെബ് കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ 140 മണ്ഡലങ്ങളിലേക്ക് ആകെ 883 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 126 മണ്ഡലങ്ങളുള്ള അസമിൽ 722-ഉം 30 മണ്ഡലങ്ങളുള്ള പുതുച്ചേരിയിൽ 294-ഉം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. കേരളത്തിൽ ആകെ 2.71 കോടി വോട്ടർമാർക്ക് സമ്മതിദാന അവകാശമുണ്ട്. അതിൽ 1.38 കോടി സ്ത്രീ വോട്ടർമാരാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 4.66 ലക്ഷം പേരാണ് പുതിയതായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 110 വയസ്സിന് മുകളിലുള്ള 54 വോട്ടർമാരുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. 53,984 പേർ സർവീസ് വോട്ടർമാരാണ്. കേരളത്തിൽ 30,495 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൽ 790 മാതൃകാ ബൂത്തുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 397 വനിതകൾ നിയന്ത്രിക്കുന്ന ബൂത്തുകളാണ്. ഓരോ ബൂത്തിലും സാധാരണയായി 1000-1200 വരെ വോട്ടർമാരെ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ക്രമീകരണം. 1.46 ലക്ഷം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ഗിരിവർഗ പ്രദേശമായ ഇടമലക്കുടി പോളിംഗ് സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും ദുർഗമമായ പോളിംഗ് ബൂത്ത്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ടിംഗ് യന്ത്രങ്ങളും സാമഗ്രികളും ചുമന്ന് വനമേഖലയിലൂടെ മണിക്കൂറുകളോളം നടന്നാണ് ഇവിടെ എത്തുന്നത്. എത്രയും ദുർഗമമായ പ്രദേശമായാലും ഓരോ പൌരനും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പരിശ്രമത്തിന്റെ മികച്ച ഉദാഹരണമാണ് ഈ പോളിംഗ് ബൂത്ത്. പരമാവധി സമ്മതിദാനം ഉറപ്പാക്കാനാണ് രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കുമൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷനും ശ്രമിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് 85% മറികടക്കാനാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. സ്വതന്ത്രവും നീതിയുക്തവും സമാധാനപരവും പരപ്രേരണയില്ലാത്തതും എല്ലാവരുടെയും പങ്കാളിത്തവുമുള്ള വോട്ടെടുപ്പ് നടത്താനുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് വ്യക്തമാക്കി. ഇതിനായി വിവിധയിടങ്ങളിൽ വോട്ട് സഭ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ബോധവൽക്കരണ യജ്ഞം സംഘടിപ്പിച്ചിരുന്നു. എന്റെ വോട്ട് എന്റെ ശക്തി എന്ന പേരിലുള്ള യജ്ഞം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരള സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റി, കേരള പോലീസ് എന്നിവയുടെ സംയുക്ത സംരംഭമായിരുന്നു. സ്വതന്ത്രമായി വോട്ട് ചെയ്തു മടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ വോട്ടെടുപ്പ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഒരാളും ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ തിരിച്ചറിയൽ കാർഡും സ്ലിപ്പും കരുതണം. തിരിച്ചറിയലിനായി വോട്ടർ ID കാർഡിനു പുറമെ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ജോബ് കാർഡ് എന്നിവ ഉൾപ്പെടെ 11 ബദൽ രേഖകളും കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യമാക്കുന്നതിനും പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സി വിജിൽ, സുവിധ എന്നീ മൊബൈൽ ആപ്ലിക്കേഷനുകൾ പ്രവർത്തന സജ്ജമാണ്.
85 വയസ്സിന് മുകളിലുള്ള വോട്ടർമാരെ സീനിയർ സിറ്റിസണായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാക്കിയിട്ടുണ്ട്. അവർക്ക് വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്താൻ സൌകര്യം ഒരുക്കിയിരുന്നു. ഏപ്രിൽ 5 വരെ 6 ദിവസത്തേക്കാണ് ഹോം വോട്ടിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത്. മൊബൈൽ പോളിംഗ് ടീമിന്റെ സഹായത്തോടെയാണ് ഹോം വോട്ടിംഗ് നടത്തിയത്. വോട്ടിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിച്ചുകൊണ്ട് പരമാവധി സുതാര്യത ഉറപ്പാക്കുന്നതിന് വോട്ടിംഗ് പ്രക്രിയ വീഡിയോഗ്രാഫർ പകർത്തും. ഹോം വോട്ടിംഗ് സൌകര്യം ഉപയോഗിക്കുന്ന വോട്ടർമാരുടെ പട്ടിക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളിലെ സ്ഥാനാർത്ഥികൾക്ക് നൽകിയിരുന്നു. കേരളത്തിൽ 85 വയസ്സിന് മുകളിലുള്ള 1,45,521 പേർക്ക് ഹോം വോട്ടിംഗിന് റിട്ടേണിംഗ് ഓഫീസർമാർ അനുമതി നൽകിയിരുന്നു. വോട്ടർ പട്ടികയിൽ ദിവ്യാംഗർ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവർക്കും പോസ്റ്റൽ ബാലറ്റ് സൌകര്യം ഉറപ്പാക്കി. ഇവരുടെ ബാലറ്റ് പേപ്പർ വീട്ടിലെത്തിച്ചിരുന്നു. സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തും. ഹോം വോട്ടിംഗ് സൌകര്യം തിരഞ്ഞെടുക്കാത്ത 85 വയസ്സിന് മുകളിലുള്ളവർക്കും ദിവ്യാംഗ വോട്ടർമാർക്കും പോളിംഗ് സ്റ്റേഷനുകളിൽ വീൽ ചെയറുകൾ, റാമ്പ്, സന്നദ്ധ പ്രവർത്തകരുടെ സഹായം എന്നിവയടക്കം ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ലഭ്യമാക്കും. 14 വകുപ്പുകളെ അവശ്യ സർവീസ് വകുപ്പുകളായി കണക്കാക്കി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ വകുപ്പുകളിൽ ഉൾപ്പെടുന്ന ജീവനക്കാർക്ക് പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. അഗ്നിശമനസേന, ആരോഗ്യം, വൈദ്യുതി, ഗതാഗതം, ആംബുലൻസ് സേവനങ്ങൾ, വ്യോമയാനം, ദീർഘദൂര സർക്കാർ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ തുടങ്ങിയ അവശ്യ സേവനങ്ങളെ ഈ സൌകര്യത്തിന് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർക്ക് അതീവ രഹസ്യ സ്വഭാവത്തോടെ വോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിന കവറേജിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപ്പെടുത്തിയ മാധ്യമപ്രവർത്തകരെയും അവശ്യ സേവന വിഭാഗത്തിലെ വോട്ടർമാരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടിംഗ് സംവിധാനം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിന് ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും യോഗം ചേർന്നിരുന്നു. രേഖപ്പെടുത്തിയ പോസ്റ്റൽ ബാലറ്റുകൾ വോട്ടെണ്ണൽ ദിവസമായ മെയ് 4-ന് രാവിലെ 8 മണിക്ക് മുമ്പായി ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാർക്ക് ലഭ്യമാക്കും. സായുധ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ള സർവീസ് വോട്ടർമാർക്ക് അവരുടെ പോസ്റ്റൽ ബാലറ്റുകൾ ഇലക്ട്രോണിക് ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം വഴി ഇലക്ട്രോണിക്കായി അയക്കും. പോളിംഗ് ബൂത്തുകളിൽ തിരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ നിയുക്ത ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ തപാൽ ബാലറ്റുകൾ ലഭിക്കും. വോട്ടെടുപ്പ് ദിവസത്തിൽ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഓരോ പോളിംഗ് സ്റ്റേഷനിലും കുടിവെള്ളം, തണലുള്ള കാത്തിരിപ്പ് സ്ഥലം, ജലസൌകര്യമുള്ള ടോയ്ലറ്റ് എന്നിവ ഉണ്ടായിരിക്കും. വോട്ടർമാരെ ബോധവൽക്കരിക്കാൻ 4 സ്റ്റാൻഡേർഡ് പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കും. ഇവയിൽ പോളിംഗ് സ്റ്റേഷൻ വിവരങ്ങൾ, സ്ഥാനാർത്ഥികളുടെ പട്ടിക, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ, അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ, വോട്ടിംഗ് പ്രക്രിയ എന്നിവ ഉൾപ്പെടും. ഓരോ പോളിംഗ് സ്റ്റേഷനിലും വോട്ടർ സഹായ ബൂത്ത് ഉണ്ടാകും. ഇവിടെ വോട്ടർമാർക്ക് അവരുടെ ബൂത്ത് നമ്പറും സീരിയൽ നമ്പറും കണ്ടെത്താൻ സഹായം ലഭിക്കും. പോളിംഗ് സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിന് പുറത്ത് മൊബൈൽ ഫോൺ സൂക്ഷിക്കാനുള്ള സൌകര്യവും ഒരുക്കും. കേരളത്തിൽ പ്രധാനമായും LDF, UDF, NDA മുന്നണികൾ തമ്മിൽ ത്രികോണ മത്സരമാണ്. അത്യന്തം വാശിയേറിയ മത്സരം നടക്കുന്ന സംസ്ഥാനത്ത് വ്യാപകമായ പ്രചാരണമാണ് മുന്നണികളും കക്ഷികളും നടത്തിയത്. വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി പ്രമുഖ നേതാക്കൾ പലതവണ സംസ്ഥാനത്ത് പ്രചാരണത്തിന് എത്തിയിരുന്നു. കേരളത്തിനു പുറമെ അസമിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലുമാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. നിലവിലെ കേരള നിയമസഭയുടെ കാലാവധി മെയ് 23-നും അസമിൽ മെയ് 20-നും പുതുച്ചേരിയിൽ ജൂൺ 15-നുമാണ് അവസാനിക്കുന്നത്. കേരളത്തിൽ 51 പൊതുനിരീക്ഷകരും 17 പോലീസ് നിരീക്ഷകരും 40 ചെലവ് നിരീക്ഷകരുമുണ്ട്. നിരീക്ഷകർ കമ്മീഷന്റെ കണ്ണും കാതുമായി പ്രവർത്തിക്കുകയാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-നും പശ്ചിമബംഗാളിൽ ഏപ്രിൽ 23-നും 29-നും 2 ഘട്ടമായുമാണ് വോട്ടെടുപ്പ്. എല്ലാ സംസ്ഥാനങ്ങളിലും മെയ് 4-ന് വോട്ടെണ്ണൽ പൂർത്തിയാക്കി ഫലം പ്രഖ്യാപിക്കും. മെയ് 6-ന് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്ന രീതിയിലാണ് കമ്മീഷൻ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വോട്ടെടുപ്പ് രഹസ്യമാണ്. അത് നമ്മുടെ അവകാശവും ഉത്തരവാദിത്തവുമാണ്. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. സംസ്ഥാന ഭരണത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന സമ്മതിദാനാവകാശം വിവേകപൂർവ്വം വിനിയോഗിക്കേണ്ട അവസരമാണ് വന്നുചേർന്നിട്ടുള്ളത്. ജനങ്ങളുടെ സജീവ പങ്കാളിത്തവും ഉയർന്ന ജനാധിപത്യ ബോധവുമാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പുകൾ ശ്രദ്ധേയവും വിജയകരവുമാക്കുന്നത്. സുതാര്യവും സ്വതന്ത്രവും നീതിപൂർണവുമായ ഈ പ്രക്രിയ കേരളത്തെ ജനാധിപത്യത്തിന്റെ ലോകോത്തര മാതൃകയായി ഉയർത്തുന്നു എന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.